പോടാ പട്ടി. അയ്യോ ഓടിയൊരു ഒന്ന് ഞാൻ പിടിച്ചോണ്ട് വരട്ടെ. സിസ്റ്റേഴ്സ് വരൂ, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തേ. ഹായ് ഹായ്. യോ നാണം മാറിയില്ലോ ഇതുവരെ. അങ്ങോട്ട് നിക്കുന്ന നോക്കട്ടെ. ഗംഭീര പെർഫോമൻസ് ആണല്ലോ. പൗഡറൊക്കെ തട്ടിക്കളഞ്ഞോ? ഇനിയിപ്പോ സുന്ദരക്കുട്ടപ്പനായിട്ട് ഞങ്ങളൊന്ന് കാണട്ടെ ആ ഫേസ്. ഇവരെ ശരിക്കും പറഞ്ഞാല് സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം ഇവര് കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സ്നേഹക്കൂടിലെ നമ്മുടെ സ്വന്തം സ്നേഹം വിതറി തരുന്ന അമ്മമാരും അച്ഛന്മാരുമാണ് വന്നിരിക്കുന്നത്. വേറെ ഒരു കാര്യം പറയാട്ടോ, നമ്മുടെ മമ്മൂട്ടിയില്ലേ, നമ്മുടെ എസ് എൻ സ്വാമി ചേട്ടൻ, സത്യം അല്ലേ? സ്പെഷ്യലി സൈഡ് വേസ് കണ്ടപ്പോഴേ ചെറിയൊരു ലുക്ക് എന്നൊക്കെ. എന്നാ അച്ഛന്റെ പേരെന്നാ? സജി. സജി സജി. എവിടെ? കോട്ടയം തന്നെയാണോ സ്ഥലം? അടിപൊളി. ഓക്കെ. ചേട്ടന്റെ പേരെങ്ങനെയാ? പേര് രഘു. രഘു. സ്ഥലം കോട്ടയം? ഇപ്പൊ കോട്ടയമാ ആണ്. ഓക്കെ ശരി. ഹലോ മണിയമ്മ. മണിയമ്മ. അടിപൊളി. അമ്മ ഇപ്പൊ കോട്ടയം ജില്ലയിലാണ്. സ്നേഹക്കൂട്ടിലാണ്. സ്നേഹക്കൂട്ടിലാണ്. ഹലോ വരാം. തങ്കമണി. തങ്കമണി. കൊല്ലം ജില്ല മൈനാഗപ്പള്ളിയാണ് എന്റെ വീട്. പക്ഷെ ഇപ്പൊ എന്റെ വീട് കോട്ടയം കൊല്ലാട് സ്നേഹക്കൂട. അത്രേ ഉള്ളൂ. ഹായ് അമ്മ, എന്റെ പേരെന്നാ? എന്റെ പേര് ഷീല ഹരികൃഷ്ണൻ. ഷീല ഹരികൃഷ്ണൻ. ഞാന് ഹരിപ്പാടുന്നാ വരുന്നേ. ഇപ്പൊ ഞാന് സ്നേഹക്കൂട്ടിലാണ്. എന്റെ മക്കള് എന്നെ വേണ്ടെങ്കിലും വളർത്തുമക്കൾക്കും വേണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് 3 മക്കളുണ്ട്, കൊറേ കൊച്ചുമക്കളുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ ഹാപ്പിയാണ്. അവിടെയുള്ള മക്കളുടെ പേരെന്നാ? അതായത് ഇവിടെയുള്ള സ്നേഹക്കൂട്ടിലെ മക്കളുടെ പേരെന്നാ? നിഷമോളും കണ്ണമ്മോനും ആശമോളും എന്റെ മക്കളാണ്. അവരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആരാ വന്നേക്കുന്നേ? 3 പേരും ഉണ്ട്. അതിലൊരു മകളോ മകനോ ഒന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യേണ്ടതാണ്. നിഷമോള് വന്നാട്ട്. അതെ, നിഷമോള്. വെൽക്കം. ഒരു ചെറിയ കുത്തിത്തിരിപ്പ് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. കൂട്ടത്തിൽ എല്ലാവർക്കും നിഷമോളെയാണെന്ന് തോന്നുന്നു ഇഷ്ടം. പ്രിയം കൂടുതൽ നിഷമോളെയാണോ? ഈ സ്ഥാപനം തുടങ്ങിയത് ഞാനാണ്. പിന്നെ ഹസ്ബൻഡും ചേച്ചിയും ഒക്കെ പുറകെ എത്തിയവരാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവര്. ഓക്കെ, നമുക്ക് ബാക്കി 2 അമ്മമാരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ നിശയിലേക്ക് തിരിച്ചു വരാം. എന്നാ അമ്മയുടെ പേരെന്നാ? എന്റെ പേര് തങ്കമ്മ. തങ്കമ്മേ, എത്ര വയസ്സുണ്ട് തങ്കമ്മയ്ക്ക്? 78 വയസ്സ്. പക്ഷെ കണ്ട അത്രയും പറയില്ല കേട്ടോ, ഒരു 3 വയസ്സ്. ഭയങ്കര ക്യൂട്ടാണല്ലോ. സൂപ്പർ. ശരി ശരി. അമ്മയുടെ പേരെന്നാ? കനകമ്മ. ഇവിടെ എന്നിട്ട് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇപ്പൊ വന്നിട്ട്? പാട്ട്, ഡാൻസ്, റീലോ ഏതിലാണ് മുഖ്യം? ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിക്കാം. തമാശകൾ ഇഷ്ടമാണോ? ഇഷ്ടം. എന്നാ ഞങ്ങൾ ഇന്ന് ഇവിടെ ചിരിപ്പിക്കും കേട്ടോ. ശരി, അപ്പൊ ഞാൻ നിഷമോളെ അടുത്ത് ചെല്ലട്ടെ. പറഞ്ഞോളൂ നിശ്ചയിച്ച്, എത്ര ഇൻമേറ്റ്സ് ഉണ്ട് നിങ്ങളുടെ നമ്മുടെ സ്നേഹക്കൂട്ടില്? 143ഓളം ഇൻമേറ്റ്സ് ആണ് സ്നേഹക്കൂട്ടിലുള്ളത്. ഇൻമേറ്റ്സ് എന്നൊന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ അച്ഛനമ്മമാരാണ്. തീർച്ചയായിട്ടും. അതിന്ന് കുറച്ചുപേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇവരൊക്കെ താരങ്ങളാണ്. റീൽസ് താരങ്ങളാണ്. എങ്ങനെയാണ് ഈ റീലിലേക്കൊക്കെ എടുക്കാനുണ്ടായിരുന്ന ഒരു ഇത്? ഇവരില് ചോദിച്ചെടുത്താണോ അതോ ഇവരെ ജസ്റ്റ് ഒരു ട്രെയിനിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ അത്?
സോഷ്യൽ മീഡിയ വഴി പ്രായമുള്ളവരുടെ റീൽസ് കണ്ടപ്പം നമ്മുടെ അച്ഛനമ്മമാരുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 3 വർഷമായി ഇപ്പം. പക്ഷെ അത് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളെ അച്ഛനമ്മമാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷീലാമ്മ 8 സൈക്കാട്രി മെഡിസിൻ കഴിച്ചിരുന്ന ആളാണ്. 104 കിലോ വെയിറ്റുമായിട്ടാണ് സ്നേഹക്കൂട്ടിലെത്തിയത്. അപ്പം അമ്മ സ്നേഹക്കൂട്ടിലെത്തിയ ശേഷം ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ വെയിറ്റ് 54 കിലോയായി. അമ്മയുടെ 8 സൈക്കാട്രി മെഡിസിനും സ്റ്റോപ്പ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് മാനസികമായിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയതുകൊണ്ട് ഞങ്ങൾ റീൽസിലൊക്കെ കുറച്ച്. അപ്പൊ ഇപ്പൊ മെഡിസിൻ ഒന്നും ഇല്ല, മെഡിസിൻ ഒന്നുമില്ല, ഹാപ്പി ആയിട്ടാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ വീട് സ്നേഹക്കൂടാണ്. പിന്നെ കുറെ സഹോദരങ്ങളും അച്ഛന്മാരും അമ്മമാരെല്ലാം നമ്മളെ കൂടപ്പറപ്പുകളാണ്. എനിക്ക് അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ 25 വയസ്സിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. എൻ്റെ ഹരിപ്പാട് ആലമ്മൂട്ടി തറവാടെന്ന് പറഞ്ഞ ഒരു ഫേമസ് ഫാമിലിയാണ്. അവിടെ രാമകൃഷ്ണൻ ചാന്നാരുടെ മകൻ ഹരികൃഷ്ണനാണ് എൻ്റെ ഹസ്ബൻഡ്. ചേട്ടൻ പെട്ടെന്ന് മരിച്ച്. എനിക്ക് 25 വയസ്സുണ്ടായിരുന്നുള്ളൂ. 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. അതിൽ 33 വയസ്സായപ്പോൾ ഇളയ മകൻ മരിച്ചു. 2 പേരും വിവാഹിതരാണ്, മക്കളുണ്ട്. ഇളയ മരിച്ചുപോയ മകൻ്റെ ഭാര്യയെ ഞാൻ വീണ്ടും കല്യാണം കഴിപ്പിച്ചു. അപ്പം ഞാൻ അരൂര് ഒരു ചിത്ര ഓട്ടോ പ്രോഡക്റ്റ് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ നടത്തി. അപ്പോൾ എൻജിനീയറിങ് യൂണിറ്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചെയ്സ് എടുത്തിട്ട് ബോഡി ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് തുടങ്ങി. അതെല്ലാം നടത്തിക്കൊണ്ട് വന്നപ്പോൾ മക്കളും മക്കളുടെ ഫീൽഡിലായപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ താല്പര്യം, ഒത്തിരി റിസ്ക് ആണത്, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 3 പെൺപിള്ളേരെ അഡോപ്റ്റ് ചെയ്തു. അതിൽ ഒരു കുട്ടി ഇപ്പം നേഴ്സാണ്, അവൾ ദുബൈ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിപ്പിച്ച് അയച്ചു. അതിലൊരു കുട്ടിയുണ്ട്. പിന്നെ ഒരു 16 വയസ്സുള്ള ഒരു അമ്മയും കുഞ്ഞിനെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം ഞാനിത് അറിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പം ആ മോളെ എല്ലാവർക്കും ജോലിക്ക് വേണ്ടി വേണം, വീട്ടുവേലയ്ക്ക്. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഇടാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. പിന്നെ ഞാൻ ആ കുഞ്ഞിനെയും മോളെയും കൂടെ അഡോപ്റ്റ് ചെയ്ത് 7 വർഷം കഴിഞ്ഞപ്പോൾ ആ അമ്മയെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അതിലിപ്പോൾ അവൾക്ക് 2 കുട്ടികളുണ്ട്. അവൾ അംഗനവാടി ജോലി ചെയ്യുന്നു. പിന്നെ അതിൽ ആ കുഞ്ഞ് ഇപ്പൊ 20 വയസ്സായി. മോള് എൻട്രൻസ് എക്സാം, നീറ്റ് എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട്. എൻ്റെ കസിൻ ബ്രദറെ മോളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി പോരാൻ കാരണം എന്നെ നോക്കാൻ ഈ പെമ്പിള്ളാരും എൻ്റെ മക്കളും ഒന്നും എന്നെ വിളിക്കില്ല. അവർക്കൊന്നും എന്നെ വേണ്ട. ഈ വളർത്തു മക്കൾ പോലെ എന്നെ വിളിക്കും. ഞാൻ അവരെ എത്രയും വളർത്തി. അവരൊന്നും ചിന്തിക്കണ്ടേ, ഞാനില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്താകുമെന്ന്. ഞാൻ ഒറ്റയ്ക്കായോണ്ടാണ് ഞാൻ യൂട്യൂബിൽ കൂടെ എല്ലാം കണ്ട്. പിന്നെ മോളെ ഒരു ഫ്രണ്ട്, എനിക്കറിയാവുന്നൊരു മോനാണ്. ആ മോനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അഡ്മിഷൻ അവിടെ നിന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അഡ്വക്കേറ്റായിട്ട് ഞാൻ മോളെ കാണാൻ വന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ അവിടെ താമസിക്കുകയാണ്. 2.5 വർഷമായി. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ എൻ്റെ മക്കളെ വിട്ടിട്ട് ഇനി എങ്ങും പോവില്ല, ആരും വിളിക്കാൻ വന്നാലും. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. ഈ അമ്മ ആഗ്രഹിച്ചിരുന്ന സന്തോഷമല്ലായിരുന്നോ? അതെ, സമാധാനം, സന്തോഷം. അതിപ്പോ അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടുന്നില്ലേ? എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ലായിരുന്നു. ഇനി സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. സ്നേഹം നമുക്ക് ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. പക്ഷെ തരുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്കത് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ അമ്മയ്ക്കുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. അമ്മ എന്തെങ്കിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് അമ്മ എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഒക്കെ അമ്മ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ അമ്മ എപ്പോഴും നല്ലൊരാൾ തന്നെയായിരിക്കും. ഇനി ബാക്കി ദൈവം അമ്മയ്ക്കുള്ള എല്ലാ സന്തോഷവും കാര്യങ്ങളും തരും കേട്ടോ. കേട്ടോ, ഈ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ചിരിയുടെ ഫ്ലോറാണ്. എല്ലാവരും ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. അമ്മ നമ്മളെ ഹാപ്പി ആക്കും ഇല്ലേ? ഈ അമ്മേനെ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ഈ അമ്മമാരെ അച്ഛന്മാരെ ഒക്കെ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് കേട്ടോ.